കൊള്ളാലോ. നേരത്തെ ആന്നല്ലോ എണീറ്റൊക്കെ വരുന്നത്. നേരെ ഉച്ചയായി. ഈ സമയത്തൊക്കെയാണോ എണീറ്റ് വരുന്നത്? ഇതിവിടെ പറ്റത്തൊന്നുമില്ല കേട്ടാ. നാളെ മുതൽ വെളുപ്പിനെ എണീറ്റ് കുളിച്ച് നിസ്കരിച്ച് അടുക്കള കയറിയിരിക്കണം. കേട്ടല്ലോ പറഞ്ഞത്. എപ്പോഴെപ്പോഴും പറഞ്ഞു തരാൻ പറ്റത്തൊന്നുമില്ല. അതിന് ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് ശീലമൊന്നുമില്ല എൻ്റെ വീട്ടിലെ. ഞാൻ വീട്ടിലെണീക്കുമ്പോൾ ഒരു 8 മണിയൊക്കെ കഴിയും. കോളേജിൽ പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഞാൻ എണീറ്റ് എല്ലാം റെഡിയായി പോകുന്നത്. എന്നിട്ട് രാവിലത്തെ എണീറ്റ് ശീലം അങ്ങനെ ഇല്ല എനിക്ക്. അതൊക്കെ നിൻ്റെ വീട്ടിൽ എനിക്ക് 8 മണിക്കോ 10 മണിക്കോ ഒക്കെ എണീറ്റാൽ മതി. അവിടെ ആരും ഒന്നുമില്ല പറയാൻ. പക്ഷെ ഇവിടെ പറ്റത്തില്ല. ഇവിടെ നീ ഇവിടുത്തെ മരുമകളാ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. രാവിലത്തേക്കുള്ളത് കഴിക്കാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴുകി വെച്ച് ഉച്ചക്കലത്തേക്കുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് വയ്ക്കുക. മീനാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചോറും കറിയും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് അടുക്കളപ്പണി അത്ര എനിക്ക് വശമില്ല. എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല എനിക്ക്. പിന്നെ നിനക്ക് എന്തറിയായിരുന്നു? പ്രേമിക്കാൻ അറിയാമായിരുന്നോ? അതാരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നില്ലേ? വീട്ടുജോലി മാത്രം ചെയ്യാൻ പറയുമ്പോൾ എനിക്കത് അറിയത്തില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് പഠിക്കുന്നത്. താനെ അങ്ങ് പഠിച്ചോളും. ഡീ, അവൻ എണീറ്റില്ലേ ഇതോർക്കും? അല്ല, ഇന്ന് ലീവാന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് പുറത്തൊന്ന് പോകണമായിരുന്നു. എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോകുന്നില്ലെന്നാണ് പറഞ്ഞു എൻ്റെ അടുത്ത്. ലീവോ? എന്തിൻ്റെ ലീവ്? ആകപ്പാട് അവനിക്ക് കിട്ടുന്നത് നക്കാപ്പിച്ച. ജോലിക്ക് പോകാനാണെങ്കിലും മടിയുമാണ്. ഓരോന്നും പറഞ്ഞാണ് അവൻ ഓരോ ദിവസം തള്ളി നീക്കുന്നത്. കിട്ടുന്നത് തന്നെ നക്കാപ്പിച്ച് പൈസയും കൂടെ. ഈ മാസത്തെ വാടക പോലും കൊടുത്തിട്ടില്ലേ. ഇനി അയാൾ എന്നാന്നോ ഈ വാതക്കെ വന്ന് ഇനി ബഹളം വയ്ക്കാൻ പോകുന്നത്? ഓരോന്നും പറഞ്ഞ് അവനെ പിടിച്ച് നിർത്തല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ ജോലിക്ക് പറഞ്ഞു വിടാൻ നോക്ക്. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കെട്ടിപ്പറക്കി റോഡിലോട്ട് ഇറങ്ങേണ്ടി വരും. വാടക വീടോ? ഇത് സ്വന്തം വീടല്ലേ? സ്വന്തം വീടോ? സ്വന്തം വീടൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു മോളെ. അതൊക്കെ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്. ഇവനെ പ്രതീക്ഷയല്ല ഞാൻ ജീവിക്കുന്നതിനത്. ഇവനിക്ക് ജോലിക്കും വേലയ്ക്കും പോകാനൊക്കെ ഭയങ്കര മടിയാണ്. ഉത്തരവാദിത്തം തീരെ ഇല്ല അവനിക്ക്. ഇതൊരു വാടക വീടാണെന്നോ അങ്ങനെയുള്ള ചിന്താഗതി പോലും ഇല്ല. പിന്നെ എൻ്റെ മോള് വല്ലപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നതും എനിക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പോരാത്തിനിപ്പം നിന്നെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കാനുള്ള ത്രാണി എനിക്കൊന്നുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവനെ ജോലിക്കും വിലയ്ക്കൊക്കെ പറഞ്ഞു വിട്ടോ. ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവൻ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉമ്മ, എനിക്ക് പഠിക്കാൻ പോകണമായിരുന്നു. എൻ്റെ പഠിത്തമൊക്കെ ഒന്ന് പൂർത്തിയാക്കണമായിരുന്നു. അതിനിപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? നിനക്ക് പഠിക്കണമെങ്കിൽ നിനക്ക് പഠിക്കാം. അതിനിപ്പോൾ എൻ്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ. നിൻ്റെ കെട്ടിയനോട് പറയണം നിനക്ക് പഠിക്കണമെന്ന്. അല്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിന്നെ ഇപ്പോൾ എനിക്ക് പഠിപ്പിച്ച് വല്ല ഉദ്യോഗം നേടിത്തരണമെന്നൊന്നും എനിക്കൊരു ആഗ്രഹവും ഇല്ല. അതിനുള്ള ത്രാണി എനിക്കില്ല. നീ ചെന്ന് അവനോട് എന്ത് പറ. ഞാനത് പറഞ്ഞായിരുന്നു. പറഞ്ഞപ്പോൾ ഉമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. ഉമ്മ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുമല്ല, കോളേജിൽ പോകണമെങ്കിലും ഫീസ് അടയ്ക്കണമായിരുന്നു. ആ, കൊള്ളാം. അവൻ്റെ സ്വഭാവം ഇപ്പം നിനക്ക് ഏകദേശമൊക്കെ ഒരു പിടി കിട്ടിയില്ലേ? നിനക്ക് ഫീസ് തരണമെങ്കിൽ ഞാൻ തരണോ? ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മോള് എനിക്ക് തരുന്നതെടുത്തിട്ടാണ് ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിന്നോട് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ പഠിപ്പിക്കാനുള്ള ഫീസും കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല. അവൻ്റെ സ്വഭാവം ഇപ്പം എനിക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. പ്രേമിച്ച് നടക്കുന്ന സ്വഭാവമല്ല കല്യാണം കഴിയുമ്പോഴത്തേക്കും. അത് മിക്ക ആൾക്കാരുടെ അങ്ങനെയൊക്കെ തന്നെ. അവനിക്ക് അവൻ്റെ കാര്യം തന്നെ നോക്കാൻ തന്നെ പാടുപെടുക. പിന്നെ നിൻ്റെ കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്തേ പഠിക്കണമായിരുന്നു. പ്രേമിച്ച് നടന്ന് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയും പഠിക്കണം ജോലി നേടണമെന്നൊക്കെ നടക്കുന്ന കാര്യമല്ല. എന്നെ കൊണ്ട് ഒരു ത്രാണിയില്ല എൻ്റെ പൊന്നുമോളെ. ഇതൊക്കെ നിൻ്റെ വീട്ടുകാർ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചപ്പോൾ അത് നോക്കാതെ ഇവൻ്റെ പഞ്ചാര വാർത്ത കേട്ടോണ്ട് നീ ഇങ്ങ് പോരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. പറ്റുമെങ്കിൽ എനിക്കിപ്പോൾ തരാൻ പറ്റുന്നത് എനിക്ക് 3 നേരം ഭക്ഷണം എനിക്ക് തരാൻ പറ്റും. അല്ലാതെ നിന്നെ പഠിപ്പിക്കാനും നിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ത്രാണി എനിക്കില്ല.
ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ നെജിയുടെ ഉമ്മയാ. നിങ്ങൾ ഇരിക്കേ. നിങ്ങളെ ഒന്ന് എനിക്ക് നേരി കാണണമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മകളെ എന്തുവാണ് ഇപ്പോൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരു വീട്ടിൽ ചെന്നാൽ കാണിക്കേണ്ട ഒരു മര്യാദയും നിങ്ങളുടെ മോക്കില്ല. പ്രേമിക്കാൻ മാത്രം അറിയാം, അല്ലാതെ വേറൊന്നുമില്ല. എന്തായാലും നിങ്ങളെ കണ്ടതാന്ന് എന്നെങ്കിലും നിങ്ങളെ നേരി കാണുമ്പോൾ ഇതൊന്ന് ചോദിക്കണം വിചാരിച്ചിരുന്നു. ഒരു മോളെ ഉണ്ടെങ്കിലേ നല്ല വൃത്തിക്ക് നല്ല അടിച്ചു വളർത്തണമായിരുന്നു. അല്ലെങ്കിൽ ഈ മാതിരി തോന്നിവാസമൊന്നും കാണിക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ മോളെ ഒരുപാട് സ്നേഹിച്ചു. ഒറ്റ മോളെ ഉള്ളെന്ന് എനിക്ക് അവളും അവൾക്കും ഞാനെന്നുള്ള രീതിയിലായിരുന്നു ജീവിച്ചത് തന്നെ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുത്തതാണ്. കണ്ടവൻ്റെ വീട്ടിൽ എച്ചിപ്പാത്രം കഴുകിയാണ് ഞാൻ അവളെ വളർത്തിയത്. അവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച്. ഇവനോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനെപ്പറ്റി 2-3 കാര്യങ്ങൾ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞതാ അവൻ നേരല്ല ശരിയല്ല എന്നൊക്കെ. എന്നിട്ട് അവൾ അതൊന്നും സ്വീകരിച്ചിട്ട് ഒരു ദിവസം അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇന്നലെ കണ്ടവനിക്ക് വേണ്ടിയിട്ട് അവൾ എന്നെ ഈ പെറ്റതള്ള എന്നെ പ്രേമിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രേമിച്ചപ്പോൾ നീ അവനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. അവൻ എങ്ങനത്തെ ഉള്ളവനാണെന്ന് വല്ല അറിഞ്ഞോ? അവൻ്റെ പഞ്ചാര വാർത്ത കേട്ടുകൊണ്ട് അവള് നല്ല അവൻ്റെ കൂടെ ഒരു ദിവസം എന്നെ ഉപേക്ഷിച്ചിട്ടാണ് നീ ഇറങ്ങിപ്പോയത്. പഠിക്കാൻ പോവാന്നും പറഞ്ഞോണ്ടല്ലേ നീ അവൻ്റെ കൂടെ ഒപ്പം വന്നത്. അവനെപ്പറ്റി നിനക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. നിന്നെ എന്തെല്ലാം പറഞ്ഞ് അവൻ നിന്നെ പറ്റിച്ചിട്ടുണ്ട്. ഈ വീട് വരെ നിന്നെ സ്വന്തമാണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടില്ലേ? അവനിക്ക് നല്ല വരുമാനം ഉണ്ടെന്നും പറഞ്ഞ് നിന്നെ പറ്റിച്ചിട്ടില്ലേ? വേറൊരു കാര്യം കൂടെ അവൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതറിയാവോ എന്ന് എനിക്കറിയില്ല. അവൻ കല്യാണം വരെ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ആ പെണ്ണെന്തേ? കല്യാണമോ? ആ, അപ്പോൾ ഈ കഥയൊന്നും മോക്ക് അറിയത്തില്ലായിരുന്നോ? പ്രേമിച്ച് നടന്നാൽ മാത്രം പോരാ, അവനെപ്പറ്റി എല്ലാം അറിയണമായിരുന്നു. അവൻ ഇതിനു മുമ്പ് വേറെ കല്യാണമൊക്കെ കഴിച്ചു തന്നെ. ഈ അവസ്ഥ തന്നെയായിരുന്നു ആ പെണ്ണിനും. അവസാനം അവൾക്ക് മതിയായി, അവൾ ഇട്ടിട്ട് പോയി. പിന്നെ അവിടെ വീട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടി അവൾ കല്യാണമൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അവളെ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് അവൾക്ക്. അന്ന് അവൾ ആ ബുദ്ധി ചെയ്തത് കൊണ്ട് ഇപ്പം സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവനിക്കിപ്പോൾ നീ പോയാലും അവനിക്ക് വേറൊരു പെണ്ണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അവനിക്ക് അത്ര ആത്മാർത്ഥ കാര്യങ്ങളൊന്നും അവൻ്റെ കയ്യിലില്ല. ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങ് കണ്ണും പൂട്ടി അങ്ങ് ഇറങ്ങിക്കോളും. നീ ചെയ്ത തെറ്റ് എന്താന്നിപ്പം ബോധ്യപ്പെട്ടല്ലോ. എനിക്ക് മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റാണ് നീ എന്നോട് ചെയ്തത്. എൻ്റെ ജീവിതം കളഞ്ഞിട്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചത് തന്നെ. ഇപ്പം ഞാനിവിടെ നിൽക്കാൻ കാരണം തന്നെ ഇവരാണ്. ഇവരെന്നെ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവർക്കൊരു മോളുള്ളത് കൊണ്ട് അവർക്ക് വേദന പെട്ടെന്ന് മനസ്സിലായി. ഞാൻ എല്ലാം മറന്നും പുറത്തും ഒക്കെ കളഞ്ഞിട്ട് ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇനി നിനക്ക് തീരുമാനിക്കാം എൻ്റെ കൂടെ വരണോ അതോ ഇവിടെ തന്നെ അവൻ്റെ കൂടെ തന്നെ നിന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത അവൻ്റെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. പിന്നെ ഞാനോ ഇവരോ കാണില്ല. പിന്നെ നിന്റെ നാശം നീ തന്നെ ആയിരിക്കും. ഇപ്പം വന്ന് ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകും, പിന്നെ ഒരിക്കലും വരത്തില്ല. പിന്നെ നീ കേൾക്കുന്ന വാർത്തകളൊക്കെ വേറെ പലതുമായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിന്നോട് ദേഷ്യമോ ഒന്നും എനിക്കില്ല. എനിക്കും ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു മോള്. അതുകൊണ്ട് ഞാൻ അവിടെ സ്ഥാനമാണ് നിങ്ങൾക്കൊക്കെ ഞാൻ തന്നിരുന്നത്. പക്ഷെ ഒന്ന് സ്നേഹത്തോടൊക്കെ ഒന്ന് ഞാൻ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അറിവുകെട്ട് തോന്നുന്നില്ല. അവൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായല്ലോ. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക. നിൻ്റെ കാര്യങ്ങളോ ഒന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. നിൻ്റെന്നല്ലായിരുന്നു, ആ പെൺകൊച്ചിൻ്റെ അതുപോലൊക്കെ തന്നെ ആയിരുന്നു. അവസാനം എനിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നില്ല. അവൾ തന്നെ സ്വയം ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയത് തെറ്റ് മനസ്സിലാക്കിയിട്ട്. നിൻ്റെ അടുത്ത് പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി, ദേഷ്യപ്പെട്ടു, ഒരു രക്ഷയും കണ്ടില്ല. അവസാനം പിന്നെ നിൻ്റെ ഉമ്മയെ തേടിപ്പിടിച്ച് എനിക്ക് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലോട്ട് പോകാൻ മടിക്കുമ്പോൾ നീ എന്തെങ്കിലും കടുകയോ ചെയ്താലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ നിൻ്റെ ഉമ്മയെ വിളിച്ച് വരുത്തിയത് തന്നെ. ഞാനിപ്പം ഇനി അടുത്ത മാസം ഇവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. ഈ വീടിൻ്റെ വാടക കൊടുക്കാനുള്ള ത്രാണിയൊന്നും അവനിക്കും ഇല്ല. ഞാൻ എൻ്റെ മോളെടുത്തോട്ട് പോവുക. പിന്നെ ഇവിടെ കാര്യമാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവൾ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിൻ്റെ ഉമ്മ പറയുന്നത് നീ കേട്ടനുസരിച്ച് പഠിച്ച് ഒരു ജോലിയൊക്കെ നേട്. എന്നിട്ട് നിൻ്റെ ഉമ്മ കണ്ടുപിടിച്ചിരുന്ന ആളെ നീ കല്യാണം കഴിക്കേ. ഇതിപ്പോൾ എല്ലാം ആ പ്രേമിച്ച് കെട്ടുന്നവർ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലർ മോശപ്പെട്ടവരുണ്ട്, ചിലർ നല്ലതുണ്ട്. നോക്കിയും കണ്ടൊക്കെ നിൽക്കുക.
ഇനി ഒരു അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് നീ നിൻ്റെ ഉമ്മ പറയുന്നത് കേൾക്കുക. അവനിപ്പോൾ നീ പോകുന്നു പറഞ്ഞുകൊണ്ട് നിൻ്റെ പിറകിലൊന്നും വരാനൊന്നും പോകുന്നൊന്നുമില്ല. അവനിപ്പോൾ അവൻ്റെ രീതിക്ക് അവനങ്ങ് നടക്കും. ഇനിയിപ്പോൾ ഈ വീട് ഞാനുണ്ടെങ്കിലല്ലേ ഇനി അടുത്ത പെണ്ണിനെ കൊണ്ടുവരത്തുള്ളൂ. അതിനിപ്പോൾ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പോവുക. അവൻ പിന്നെ അങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല. എൻ്റെ മോളെയും അവിടെ കെട്ടിയവനും അവനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് ആ ഭാഗത്തിട്ടേ വരത്തില്ല. അവൻ നേരെയാന്ന് തോന്നുമ്പോഴേക്കേ ഞാൻ വന്നോളാം. തൽക്കാലം നീ ഇപ്പം നിൻ്റെ ഉമ്മാടെ കൂടെ പോകാൻ നോക്ക്. ചെല്ല്. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള തെറ്റൊന്നും ഇനി എൻ്റെ ഭാഗത്തും ഉണ്ടാകത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. അതിനു വേണ്ടിയൊക്കെ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിവിടെ ഞാൻ